ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മുടെ കുടുംബം എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനം ഹോപ്പ് ചാനലിലൂടെ ശ്രവിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നാം അന്ത്യകാലത്തിൽ ജീവിക്കുകയാണെന്ന് പല ദൈവമക്കളുടെ വാക്കുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്രകാരം ജീവിക്കുമ്പോൾ നാം മാത്രമല്ല, നമ്മുടെ കുടുംബം എപ്രകാരം ആയിരിക്കണം, ദൈവത്തിൻ്റെ വചനപ്രകാരം ആയിരിക്കണം, എപ്രകാരം ആയിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വചനങ്ങൾ നാം പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യം, ദൈവത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ആമേൻ. അതുകൊണ്ട് നാം പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യം, ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിന് അടിസ്ഥാനമായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മളുടെ കുടുംബത്തിന് ദീപമായിരിക്കണം. ദൈവത്തിൻ്റെ വചനം നമ്മുടെ കുടുംബത്തിന് വഴികാട്ടിയായിരിക്കണം. ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഓരോ കുടുംബനാഥന്മാർക്കും, കുടുംബിനികൾക്കും, അതുപോലെ മക്കൾക്കും അത് അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. അപ്രകാരമായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ അന്ത്യകാലത്ത് നമ്മളുടെ കുടുംബം മറ്റുള്ളവരുടെ ഇടയിൽ ദൈവത്തെ മുൻനിർത്തി കാണിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ഒരു കുടുംബമായിരിക്കും. അപ്രകാരമുള്ളൊരു കുടുംബം തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തുവും നമ്മളുടെ ഓരോ കുടുംബത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ജീവിതത്തിലേക്ക് എടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങൾ ആ പ്രാർത്ഥനയോടുകൂടി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. പലപ്പോഴും നമ്മൾ ചിന്തിക്കും, നമ്മുടെ കുടുംബം ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് വരണം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമ്മുടെ കുടുംബം നല്ലൊരു നിലവാരത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ നാം മാന്യതയോടുകൂടി ജീവിക്കണം എന്ന് പലപ്പോഴും നാം ചിന്തിക്കും. എല്ലാവരും ചിന്തിക്കുന്ന കാര്യമാണ്, അത് സ്വാഭാവികമാണ്, അതിൽ വലിയ തെറ്റൊന്നും കാണുന്നില്ല. നമ്മുടെ കുടുംബം ഒരു സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കണം എന്നെല്ലാവരും ചിന്തിക്കുന്നത് തന്നെയാണ്. എന്നാൽ ഒരു ക്രിസ്തീയ കുടുംബം എന്ന് പറയുന്നത്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ക്രിസ്തീയ വ്യക്തിത്വം നമ്മുടെ കുടുംബത്തിലുണ്ടോ, നമ്മുടെ കുടുംബ അംഗങ്ങൾക്കുണ്ടോ? നമ്മളുടെ സ്വന്തം വ്യക്തിത്വമല്ല, ക്രിസ്തീയ വ്യക്തിത്വം എനിക്കുണ്ടോ എന്ന് കുടുംബനാഥൻ ചിന്തിക്കണം. ക്രിസ്തീയ വ്യക്തിത്വം എനിക്കുണ്ടോ എന്ന് കുടുംബിനികൾ ചിന്തിക്കണം. ക്രിസ്തീയ വ്യക്തിത്വം നമുക്കുണ്ടോ എന്ന് മക്കൾ ചിന്തിക്കണം. മക്കളെ ക്രിസ്തീയ വ്യക്തിത്വത്തിലൂടെ വളർത്തുന്നുണ്ടോ എന്ന് മാതാപിതാക്കൾ ചിന്തിക്കണം. ക്രിസ്തീയ വ്യക്തിത്വത്തിലൂടെ വളർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഇടയിൽ നമുക്ക് അതൊരു സാക്ഷിയായി നിൽക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് ഒരുങ്ങുവാൻ ഓരോ കുടുംബത്തിനും സാധിക്കും. എപ്രകാരമാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും? ദൈവവചനം നമ്മോട് പറയുകയാണ്. ഇവിടെ 1 യോഹന്നാൻ 2:6 വ്യക്തമായിട്ട് പറയുന്നു, ക്രിസ്തീയ വ്യക്തിത്വം നമുക്ക് വേണമെങ്കിൽ നാം ക്രിസ്തുവിനെ പോലെ ആയിരിക്കണം, ക്രിസ്തുവിനെ പോലെ നാം ജീവിക്കണം. എപ്രകാരമാണ് ക്രിസ്തുവിനെ പോലെ ആയിരിക്കേണ്ടത്? ഇവിടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്വർഗത്തിലെ ആ ഒരു സ്വരൂപം വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നത് നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരുവാൻ വേണ്ടിയാണ് മാത്രമെന്ന് ആരും ചിന്തിക്കരുത്. ഒരു മനുഷ്യൻ എപ്രകാരം ജീവിക്കണം, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം എപ്രകാരം ജീവിക്കണം എന്ന ഒരു ദൂത് നൽകുവാനും കൂടെ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു സ്വന്തം സ്വരൂപം വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നത്. പിതാവിൻ്റെ ഇഷ്ടപ്രകാരം കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്രകാരമുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ ജീവിക്കണം എന്ന് ചിന്തിക്കുന്നവർ അതാദ്യം അടിസ്ഥാനമാക്കുക. കർത്താവായ യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണം എന്ന ചിന്തയാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതം എന്നിൽ കൊണ്ടുവരണം എന്ന് ഓരോ വ്യക്തികളും ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു എപ്രകാരം ജീവിച്ചോ അതിൻ പ്രകാരം മക്കളെ വളർത്തണം എന്ന ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തീയ വ്യക്തിത്വത്തിന്റെ ആദ്യത്തെ അടിസ്ഥാനം നിങ്ങൾ ഇടുകയാണ്. എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്നത്? നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 10:31 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ എന്തു തിന്നാലും കുടിച്ചാലും എന്തു ചെയ്താലും
നിങ്ങൾ ദൈവനാമ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുമെന്ന് പറയുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തു ചെയ്തപ്പോഴും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്തു എന്ന് കാണുവാൻ സാധിക്കും. അതിൽ നമുക്ക് വേണ്ടത്? അപ്രകാരം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നാം ആദ്യം പഠിച്ചു കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന്. കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന് നോക്കുമ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചു എന്ന് കാണുവാൻ സാധിച്ചു. അതുപോലെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കണമെങ്കിൽ ഏത് വലിയ പാഠമാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് ലഭിച്ചത്? കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന അധികമായിട്ട് പ്രാർത്ഥിച്ചത് നമുക്ക് കാണുവാൻ സാധിച്ചു. പ്രഭാതത്തിൽ കർത്താവായ യേശു ക്രിസ്തു വെളുക്കുന്നതിന് മുൻപേ എഴുന്നേറ്റ് പോയി അനേക മണിക്കൂറുകൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ രാത്രിയാമങ്ങൾ കർത്താവായ യേശു ക്രിസ്തു പല സമയവും പ്രാർത്ഥനയോടുകൂടെ ആയിരുന്നു. മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. ഗെത്സമനെയാണ് പ്രാർത്ഥന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു 40 രാവും 40 പകലും ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന എത്രമാത്രമുണ്ട്? പ്രാർത്ഥന എന്നല്ല, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയോ പരസ്യമായിട്ടുള്ള പ്രാർത്ഥനയോ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്നത്? ഇവിടെ ചോദ്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയാണോ പരസ്യമായിട്ടുള്ള പ്രാർത്ഥനയാണോ ഏറ്റവും കൂടുതൽ നീണ്ടു നിന്നത്? ഇവിടെ 5 അപ്പവും 2 മീനും എടുത്ത് വാഴ്ത്തിയപ്പോൾ പിതാവായ ദൈവമേ അങ്ങ് വാഴ്ത്തണമേ എന്ന് പറഞ്ഞ് നുറുക്കി കൊടുത്തു. 2 വാക്കാണ് പ്രാർത്ഥിച്ചത്. പരസ്യ പ്രാർത്ഥനയെല്ലാം 2-3 വാക്കിൽ നിർത്തി. എന്നാൽ രഹസ്യ പ്രാർത്ഥന മണിക്കൂറോളം പ്രാർത്ഥിച്ചു. ഇന്ന് നമുക്ക് പരസ്യമായിട്ടൊരു പ്രാർത്ഥന കിട്ടുമെങ്കിൽ എന്താണ്? എല്ലാവരുടെ മുൻപിൽ നമ്മുടെ വാക് സാമർത്ഥ്യം കൊണ്ടുവരുവാനും എല്ലാവരുടെ മുമ്പിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ അറിയാം എന്ന് പറഞ്ഞ് മണിക്കൂറോളം പ്രാർത്ഥിക്കും. എന്നാൽ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന, രഹസ്യ പ്രാർത്ഥന വരുമ്പോൾ 2-3 വാക്കുകളിൽ നിർത്തുന്നു. കർത്താവ് യേശു ക്രിസ്തു അപ്രകാരമല്ല പറഞ്ഞത്. നീ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ പോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തു വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന മണിക്കൂറോളം പ്രാർത്ഥിച്ചതുപോലെ അത് നിങ്ങളുടെ കുടുംബത്തിൽ കൊണ്ടുവരിക, നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കുക, നിങ്ങൾ അതൊരു മാതൃകയായി എടുക്കുക. അപ്രകാരം എടുക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ വരികയും അപ്രകാരമുള്ള ഒരു ജീവിതം നിങ്ങൾ നയിക്കുകയും ചെയ്യും. ആമേൻ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ വ്യക്തിത്വം വേണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ ആയിരിക്കണമെന്ന് പറഞ്ഞു. രണ്ടാമത്, നമ്മൾ എന്ത് ചെയ്താലും പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ദൈവനാമ മഹത്വത്തിനായി ചെയ്യണം എന്നും പറഞ്ഞു. ഇവിടെ ഇനിയുള്ള കാര്യം, സ്നേഹമുണ്ടായിരിക്കണം നമുക്ക്. ഏത് സ്നേഹമാണ്? ഇന്ന് യൗവനക്കാരത്തിയുടെയും സ്കൂൾ കോളേജിൽ ക്യാമ്പസുകളിൽ നടക്കുന്ന സ്നേഹത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നു ഒരു പൂർണ്ണമായിട്ട് അർത്ഥം കൂടിയുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. കുടുംബത്തിൽ ആ സ്നേഹം എപ്പോഴും നിലനിൽക്കണമെന്ന് പറയുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത് നോക്കാം. യോഹന്നാൻ 13:35 പറയുന്നു, അന്യോന്യം സ്നേഹിക്കുന്നവർ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടുന്നു. ഇവിടെ യോഹന്നാൻ 13 താഴോട്ട് നമ്മൾ വായിക്കും, 34 വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, അന്യോന്യം സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരെന്ന് പറയുന്നു. എങ്ങനെയാണ് അന്യോന്യം സ്നേഹിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് എപ്രകാരം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? ഭർത്താവിന് അനുയോജ്യമായിട്ടുള്ള രുചികരമായിട്ടുള്ള ആഹാരമെല്ലാം വെച്ചു കൊടുത്താൽ ഭർത്താവിനെ പൂർണ്ണമായിട്ട് സ്നേഹിക്കുന്നു. മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും മക്കൾ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതൊരു പൂർണ്ണ സ്നേഹമായിരിക്കുമോ? ഭാര്യയ്ക്ക് നല്ല സാരി വാങ്ങുകയും നല്ല രീതിയിൽ നോക്കുകയും സന്തോഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു സ്നേഹമാകുമോ? എന്താണ്, അല്ലെങ്കിൽ സ്നേഹം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കും. ഏതൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? ഇവിടെ പറയുന്നു, ആത്മാവിൻ്റെ ഫലമോ, ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നൊരിക്കലും പറഞ്ഞു പഠിക്കരുത്. ആത്മാവിൻ്റെ ഫലം,
ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമുണ്ടായിരിക്കും, സന്തോഷമുണ്ടായിരിക്കും, പരോപകാരമുണ്ടായിരിക്കും, ദയയുണ്ടായിരിക്കും, അതുപോലെ തന്നെ ഇന്ദ്രിയ ജയമുണ്ടായിരിക്കും. അതാണ് ഏറ്റവും വലിയ സ്നേഹം. ഇന്ന് കുടുംബനാഥന്മാർ ചിന്തിക്കുന്നു സ്നേഹമെന്ന് പറയുന്നത് എന്താണ്? രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ആ 500 രൂപയോ 600 രൂപയോ ലഭിക്കുമ്പോൾ 500 രൂപ കുടുംബത്തിന് വേണ്ടി ചിലവാക്കി 100 രൂപയ്ക്ക് കുറച്ച് മദ്യപിച്ചു കൊണ്ടുവന്ന് അവിടെ കുടുംബത്തിൽ മറ്റ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നേടിക്കൊടുത്താൽ അത് സ്നേഹമാകുമോ? ഇന്ദ്രിയ ജയം വേണമെന്നും എഴുതിയിരിക്കുന്നു. നിങ്ങൾ മദ്യപിക്കുന്നത് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും ആപത്താണ്. അതവിടെ സ്നേഹമാകുന്നില്ല. ഇന്ദ്രിയ ജയം വേണം, പരോപകാരം വേണം, ദയ വേണം, ദീർഘക്ഷമ വേണം, സന്തോഷവും സമാധാനവും നൽകണം. അതാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. ഓരോ കുടുംബത്തിലും അപ്രകാരമുള്ള സ്നേഹം നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ അപ്രകാരമുള്ള സ്നേഹം നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെയുള്ള മാതൃക പ്രകാരമുള്ള ജീവിതം നയിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ വ്യക്തിത്വം നിറഞ്ഞ് കാണുന്നു കാണുവാൻ സാധിക്കും. സ്നേഹമുണ്ടായിരിക്കണം എന്ന് പറയുന്നു. സ്നേഹമുണ്ടായിരിക്കുമ്പോൾ അന്യോന്യം സ്നേഹിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് വിളിക്കപ്പെടുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുമ്പോൾ എപ്രകാരമുള്ള സ്നേഹം? സന്തോഷത്തോടുള്ള സ്നേഹം, സമാധാനത്തോടുള്ള സ്നേഹം, ആത്മാവിൻ്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ കായ്ക്കുമ്പോൾ മാത്രമേ നിങ്ങൾ സ്നേഹത്തിൻ്റെ പരിശുദ്ധമായിട്ടുള്ള ആ ഒരു അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്. ആ ഒരു അർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ വരികയും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ വ്യക്തിത്വം ഉണ്ടായിരിക്കും. ആമേൻ. അത് തന്നെയാണ് ദൈവം ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ആദ്യം പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുക. രണ്ടാമത് സ്നേഹമുണ്ടായിരിക്കുക എന്ന് പറയുന്നു. മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നു പരിശുദ്ധമായിട്ടുള്ള നമ്മുടെ ജീവിതം. എന്താണ് പരിശുദ്ധമായിട്ടുള്ള ജീവിതം? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവൻ ഭാഗ്യവാൻ. ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. എപ്പോഴും നാം ചിന്തിക്കുന്നതും കാര്യങ്ങൾ ഹൃദയത്തിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പലവിധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ പലവിധമായിട്ടുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഈ ലോകത്തിൻ്റെ ചുറ്റും നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഹൃദയത്തിൽ എടുക്കേണ്ടത് നന്മ മാത്രമായിരിക്കണം, നല്ലത് മാത്രമായിരിക്കണം. എപ്പോഴും ഹൃദയശുദ്ധി ഉണ്ടായിരിക്കണം. ഓരോ കുടുംബത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എൻ്റെ മോൻ എത്ര താലന്തുണ്ട്, എൻ്റെ മോൻ എത്രമാത്രം പഠിക്കുന്നു എന്ന് നോക്കുന്നത് പോലെ എൻ്റെ മോന് ഹൃദയശുദ്ധിയുണ്ടോ? അവൻ്റെ ഹൃദയത്തിൽ അവൻ എന്താണ് സംസാരിക്കുന്നത്? അവൻ അഹങ്കാരത്തോടു കൂടെ സംസാരിക്കുന്നുവെങ്കിൽ അവന് ഹൃദയശുദ്ധിയില്ല. അവൻ തെറ്റായ വാക്കുകൾ ഉപയോഗിക്കുന്നുവെങ്കിൽ അവന് ഹൃദയശുദ്ധിയില്ല. അതുപോലെ തന്നെ ഹൃദയശുദ്ധിയുള്ളവർ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഹൃദയശുദ്ധി എന്ന് പറയുന്നത് പ്രവർത്തനം മാത്രമല്ല, അവരുടെ ചിന്ത, അതുപോലെ തന്നെ അവരുടെ ശുദ്ധിയായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഹൃദയശുദ്ധി, ചിന്ത, പ്രവർത്തനം, അതുപോലെ തന്നെ അവരുടെ നോട്ടം, ഇതെല്ലാം പരിശുദ്ധമായിട്ടുള്ള ജീവിതത്തിൽ എത്തുന്നു. മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്താണ്? ഹൃദയശുദ്ധിയോടുകൂടെയാണോ നിങ്ങളുടെ മനസ്സ് വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ നല്ല രീതിയിലാണോ? നിങ്ങളുടെ ചിന്ത നല്ല രീതിയിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നിങ്ങളോടും ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തിലെ അംഗമേ, നിങ്ങളുടെ മക്കളെ വളർത്തുമ്പോൾ അവർ എന്തൊക്കെ താലന്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ നിങ്ങളുടെ മക്കൾക്ക് ഹൃദയശുദ്ധി ഉണ്ടോ എന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്രകാരമുള്ള പ്രവർത്തികൾ അവരെന്തൊക്കെയാണ് കാണുന്നത്? അവർ ടി വിയിൽ എന്തൊക്കെയാണ് കാണുന്നത്? മൊബൈൽ ഫോണിലൂടെ എന്തൊക്കെയാണ് കാണുന്നത്? ഈ കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിലൂടെ എന്തൊക്കെയാണ് കാണുന്നത്? അവരെന്തൊക്കെയാണ് മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ മാത്രമേ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധമായിട്ടുള്ള ജീവിതം ഉണ്ടോ മനസ്സിലാക്കുകയും മറ്റുള്ളവരുടെ ഇടയിൽ നിങ്ങൾക്ക് ഒരു ക്രിസ്തീയ വ്യക്തിത്വ പ്രകാരമുള്ള ജീവിതം നയിക്കുവാൻ സാധിക്കുകയും ചെയ്യത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് ഹൃദയ ശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നിങ്ങളുടെ
ഭവനങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് ദൈവം നൽകിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം ദൈവം നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ അനുഗ്രഹത്തിന് അനുയോജ്യമായി നമ്മൾ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഓരോ ദിവസവും നമ്മളടുത്ത് വന്ന് പറയുകയാണ്, നീ ഞാൻ കാണിച്ച മാതൃക പ്രകാരം നീ ജീവിക്കുക. ഞാൻ കാണിച്ച മാതൃക പ്രകാരം ഓരോ കുടുംബനാഥന്മാരുമായിരിക്കുക, ഓരോ കുടുംബങ്ങളുമായിരിക്കുക. എൻ്റെ തിരുവചന സത്യമാകുന്ന മാതൃക പ്രകാരം മക്കളെ വളർത്തുക എന്ന് ആഹ്വാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങൾ ഈ ലോകരുടെ വ്യക്തിത്വത്തിൽ, എൻ്റെ മോൻ ഇത്രയും വലിയ താലന്തുണ്ട്, അവൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട്, അവൻ ഇത്രയും സമ്പാദ്യമുള്ള ജോലി അവൻ നേടും എന്ന ഈ ലോകത്തിൻ്റെ വ്യക്തിത്വം കൊണ്ട് പോകുന്നു, അതോ എൻ്റെ മകൻ ദൈവത്തിന്റെ വചനപ്രകാരം അനുസരിച്ച് ജീവിക്കുന്നു എന്ന വ്യക്തിത്വം അവന് പറഞ്ഞു മനസ്സിലാക്കുകയും അതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ജോലി വേണ്ട, ധനം വേണ്ട, അല്ലെങ്കിൽ പഠിപ്പ് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, അതെല്ലാം വേണം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രഥമമായി നിൽക്കേണ്ടത് ക്രിസ്തീയ വ്യക്തിത്വമാണ്. അതെൻ്റെ ഭവനങ്ങളിലുണ്ടോ? എൻ്റെ കുടുംബത്തിലുണ്ടോ? എൻ്റെ മക്കളുടെ ഇടയിലുണ്ടോ എന്ന് ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു ദിനം പ്രതി അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ചിന്തിക്കുക, ക്രിസ്തീയ വ്യക്തിത്വത്തിൽ നമുക്ക് ആദ്യം വേണ്ടത് കർത്താവായ യേശു ക്രിസ്തു മാതൃക കാണിച്ചതുപോലെ ജീവിക്കുക. പിന്നെ നമ്മൾ അന്യോന്യം സ്നേഹിക്കുക. സ്നേഹിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലം ഉണ്ട് എങ്കിൽ മാത്രമേ സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയുവാൻ സാധിക്കത്തുള്ളൂ. പിന്നെ അവസാനത്തെ കാര്യമെന്ന് പറയുന്നത്, നാം എന്തു ചെയ്യണം? നമ്മൾ പാപത്തിൽ നിന്നും മാറി ജീവിക്കണം. എപ്രകാരമാണ് പാപത്തിൽ നിന്നും മാറി ജീവിക്കുവാൻ കഴിയുന്നത്? നമുക്ക് തിരുവചനം നോക്കാം. 1 യോഹന്നാൻ 2:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പാപത്തിൽ നിന്നും മാറി ജീവിക്കുക എന്ന് പറയുന്നു. അവിടെ പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ ചിന്തയിൽ ആയി പോകരുത്. ലോകത്തിൻ്റെ ചിന്തയിലായിപ്പോയി കഴിഞ്ഞാൽ പിതാവ് നിങ്ങളെ സ്നേഹിക്കയില്ല. കൺമോഹം, ജഡമോഹം ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിത്യമായിട്ടുള്ള നാശത്തിലേക്ക് പോകേണ്ടി വരും എന്ന് വളരെ വ്യക്തമായിട്ട് ആ തിരുവചനത്തിലൂടെ നമ്മളോട് പറയുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപത്തിൽ നിന്നും മാറി സഞ്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ നിന്നും മാറി ജീവിക്കുക. ലോകത്തിൽ എന്താണുള്ളത്? ഈ ലോകത്തിലുള്ളതെല്ലാം ജഡമോഹമാണ്. ലോകത്തിൽ ധനമോഹമാണ് ഈ ലോകത്തിൽ കിടക്കുന്നത്. ലോകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വരവേൽക്കുന്ന എത്ര പേർ ഈ ലോകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും? ഈ ലോകത്തിൽ ഇന്ന് കെട്ടിപ്പടുത്തുന്ന കെട്ടിടങ്ങൾ, ഈ ലോകത്തിൽ ഇന്ന് ആധുനിക കണ്ടുപിടുത്തങ്ങൾ, ഇതെല്ലാം നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതാണോ? ഓരോ കുടുംബവും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ ലോകത്തിൽ നിന്നും മാറി സഞ്ചരിക്കുക. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ പാപത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്നത്. ലോകത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം ലഭിക്കുന്നത്, ശരിയാണ്. എന്നാൽ ആ വിദ്യാഭ്യാസം ലോകത്തിന് വേണ്ടി സേവിക്കുവാൻ പോകുന്നു, അതോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനപ്രകാരം മുറുകെ പിടിച്ച് ജീവിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ മക്കൾ ലോകത്തിന്റെ വാഗ്ദാനങ്ങളായി ജീവിക്കുന്നു, അതോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവും പുതിയ യെരൂശലേമിന്റെ വാഗ്ദാനങ്ങളായി ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബം കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2ാം വരവിന് വേണ്ടി ഒരുങ്ങി ജീവിക്കുന്നു, അതോ ലോകത്തിന്റെ അടുത്ത ആധുനിക രീതിയിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നിങ്ങളുടെ കുടുംബം ലോകത്തിന്റെ വ്യക്തിത്വത്തിൽ ജീവിക്കുന്നു, അതോ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന വ്യക്തിത്വത്തിൽ നിങ്ങൾ ജീവിക്കുന്നു എന്നും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മളുടെ ഓരോ സംസാരം, ഓരോ വാക്ക്, ഓരോ പ്രവർത്തനം ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ കുടുംബം ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് പോകുന്നുണ്ടോ? നമ്മുടെ കുടുംബം ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നത്. ഒരു ക്രിസ്തീയ വ്യക്തിത്വം നമുക്ക് ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. എന്ത് കഴിക്കണം, എന്ത് തിന്നാലും, എന്ത് കുടിച്ചാലും ദൈവനാമോഹത്തെ ചെയ്യണം എന്ന ഒരു ദിവസം പണ്ട് മുതലേ ദൈവം നൽകിയിട്ടുണ്ടായിരുന്നു. ആദിമ മാതാപിതാക്കൾ ആദാമും ഹവ്വയുടെയും കാലഘട്ടത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഏദെൻ തോട്ടത്തിൽ അവർ ദൈവത്തിന് അനുയോജ്യമായിട്ടുള്ളതേ ഭക്ഷിച്ചിരുന്നുള്ളൂ. പാപത്തിന് മുൻപ് ദൈവത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളെ അവിടെ പ്രവർത്തിച്ചിരുന്നുള്ളൂ.
അപ്രകാരം ദൈവത്തിന് അനുയോജ്യമായിട്ട് അവർ എന്ത് തിന്നുകയും കുടിക്കുകയും അവരുടെ പ്രവർത്തനമെല്ലാം ദൈവത്തിന് അനുയോജ്യമായിട്ട് നിന്നു. എന്നാൽ ഒരു ദിവസം അവർ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്ത് പാപം ചെയ്ത് അകന്നപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം തിന്നുവാനും കുടിക്കുവാനും അതിൻ പ്രകാരം ക്രിസ്തീയ വ്യക്തിത്വത്തോടുകൂടെ ജീവിക്കുവാനും അവർക്കൊരു വഴി തുറന്നു കൊടുത്തത് തൻ്റെ പുത്രൻ്റെ ആ ജീവനെ കൊടുത്തതിൽ കൂടെയാണ്. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, പാപത്തിൻ്റെ ഇടയിലേക്ക് അയച്ചു. നിഷ്കളങ്കനായ ആ കുഞ്ഞാട്, പാപം എന്താണെന്ന് രുചിച്ചറിയാത്ത ആ കുഞ്ഞാടിനെ ഈ പാപത്തിൻ്റെ ഇടയിലാകുന്ന ലോകത്തിലേക്ക് അയച്ചു. പാപം ചെയ്യാതെ തനിക്ക് ലഭിച്ച ദൗത്യം എന്താണെന്ന് മനസ്സിലാക്കി കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ ഇഷ്ടം ചെയ്തു ആ കാൽവറിയിൽ യാഗമായി തീർന്നു. നമുക്ക് വേണ്ടി യാഗമായി തീർന്നിരിക്കുകയാണ്. നമുക്ക് ദൈവം ഓരോ ദൗത്യം നൽകിയിട്ടുണ്ട്. നീ കർത്താവായ യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക, പിതാവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുക എന്ന ദൗത്യം നൽകുമ്പോൾ ആ ഇഷ്ടപ്രകാരം ജീവിച്ച് നിങ്ങളുടെ ജീവിതം സ്വർഗത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിലേക്ക് നിങ്ങൾ നയിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ജീവിതം ആണോ നിങ്ങൾ നയിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ദൈവം നൽകുന്ന ദൗത്യം ക്രിസ്തീയ വ്യക്തിത്വം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്നു. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ക്രിസ്തീയ വ്യക്തിത്വം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കുക. ക്രിസ്തീയ വ്യക്തിത്വം നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലേക്ക് കാണിക്കുക. ക്രിസ്തീയ വ്യക്തിത്വം നമ്മുടെ സംസാരത്തിൽ ഉണ്ടായിരിക്കുക. ക്രിസ്തീയ വ്യക്തിത്വം നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിൽ ഉണ്ടായിരിക്കുക. ക്രിസ്തീയ വ്യക്തിത്വം നമ്മുടെ പ്രവൃത്തിയിലുണ്ടായിരിക്കുക, നമ്മുടെ ചിന്തയിലുണ്ടായിരിക്കുക, നമ്മുടെ കുടുംബത്തിൽ നിറഞ്ഞു നിൽക്കുക. ലോകർ ശാസിക്കുന്നത് പോലെ മക്കളെ നമ്മൾ ശാസിക്കരുത്. ദൈവവചനപ്രകാരം നമ്മൾ ശാസിക്കുക, ദൈവവചനപ്രകാരം നമ്മൾ വളർത്തുക. ലോകരെ പോലെ വളർത്തുവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്രിസ്തീയ വ്യക്തിത്വത്തിന് പകരം ലോകത്തിൻ്റെ വ്യക്തിത്വമാണ് ഉള്ളത്. ദൈവത്തിൻ്റെ വചനപ്രകാരം നാം വളർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടായിരിക്കും. അപ്രകാരമുള്ള ഒരു ക്രിസ്തീയ വ്യക്തിത്വം നിങ്ങളുടെ ജീവിതത്തിൽ വരണം എന്നാണ് ഇന്ന് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളിൽ നിന്നും ആഹ്വാനം ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്രകാരം നമ്മുടെ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെയുള്ള ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സ്നേഹം നിറഞ്ഞിട്ടുണ്ടോ? ഹൃദയശുദ്ധിയുണ്ടോ? പ്രവൃത്തിയിൽ ശുദ്ധിയുണ്ടോ? ചിന്തയിലുള്ള ശുദ്ധിയുണ്ടോ? നോട്ടത്തിൻ്റെ ശുദ്ധിയുണ്ടോ? നമ്മൾ ഈ ലോകത്തെ മാറ്റി നിർത്തി ദൈവത്തിൻ്റെ പുതിയ യെരൂശലേം വരുവാനുള്ള ആ നിത്യ ലോകത്തിലേക്ക് നമ്മൾ നിൽക്കുന്നുണ്ടോ? അപ്രകാരം നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കും. അപ്രകാരമുള്ള ഒരു ക്രിസ്തീയ വ്യക്തിത്വം നമ്മുടെ ജീവിതത്തിലുണ്ടായി നമ്മുടെ കുടുംബം മുന്നോട്ട് നയിക്കപ്പെടുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അടിയങ്ങളിതാ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. അടിയങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ വ്യക്തിത്വം നിറഞ്ഞു നിൽക്കുവാനുള്ള അവസരം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയും കരുണയും കാവലും ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹത്താൽ നിറയ്ക്കണം. ഒരു ക്രിസ്തീയ വ്യക്തിത്വത്തോടുകൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ വരവേൽപ്പിക്കുവാൻ അടിയങ്ങൾ ഓരോ ദിവസവും അടിയങ്ങളുടെ കുടുംബത്തെ ഒരുക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.